രാജ്യത്തിന്റെ ഒറ്റപ്പെട്ട പ്രദേശത്തുണ്ടായ ഒരു വൻ ഭൂകമ്പം എങ്ങനെയാണ് ജപ്പാൻ, US അടക്കമുള്ള രാജ്യങ്ങളെയെല്ലാം ഭീതിയിലാഴ്ത്തിയത്? ദൂരദേശങ്ങളിൽ പോലും ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചതിന്റെ കാരണം എന്താണ്? റഷ്യയുടെ കിഴക്കൻ പ്രദേശത്തുണ്ടായ ഒരു വൻ ഭൂകമ്പം. അതിന്റെ പ്രതിധ്വനികൾ ആയിരക്കണക്കിന് മൈലുകൾക്കപ്പുറം മറ്റ് രാജ്യങ്ങളിൽ വരെ അലയടിച്ചു. റഷ്യയുടെ കിഴക്ക് ഭാഗത്ത് 1250 കിലോമീറ്ററിലായി പരന്നുകിടക്കുന്ന ഒരു ഉപദ്വീപ സമൂഹമാണ് കംചട്ക പെനിൻസുല. ഇവിടെയാണ് കഴിഞ്ഞ ദിവസം റിക്ടർ സ്കെയിലിൽ 8.8 തീവ്രത രേഖപ്പെടുത്തിയ വൻ ഭൂചലനമുണ്ടായത്. 1952 ശേഷം കംചട്കയിൽ അനുഭവപ്പെട്ട ഏറ്റവും ശക്തമായ ഭൂകമ്പം. ഭൂമിയിൽ ഇന്നേ വരെ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് 6ാമത്തെ വലിയ ഭൂകമ്പമായിരുന്നു അത്. ജപ്പാനിൽ 2011 സുനാമിക്ക് വഴിവെച്ച ഭൂചലനമാണ് ഭൂമിയിൽ ഇന്നേ വരെ രേഖപ്പെടുത്തിയതിൽ ഏറ്റവും വലുത്. ആ ഭൂചലനത്തിൽ നിന്ന് നേരിയ മാത്ര വ്യത്യാസത്തിലായിരുന്നു ഈ ഭൂചലനം. US ജിയോളജിക്കൽ സർവേ റിപ്പോർട്ട് പ്രകാരം 19.3 കിലോമീറ്റർ ആഴത്തിലുണ്ടായ ഈ ഭൂചലനം പെട്രോപാവ്ലോവ്സ്ക കാംചാട്സ്കി പ്രദേശത്ത് 119 കിലോമീറ്റർ ആകെ ദുരിതം വിതച്ചു. ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രമായ കംചട്ക അഗ്നിപർവ്വതങ്ങളുടെ ബെൽറ്റ് എന്നറിയപ്പെടുന്ന റിംഗ് ഓഫ് ഫയറിൽ ഉൾപ്പെടുന്ന പ്രദേശമാണ്. ഭൂമിയിലുള്ള അഗ്നിപർവ്വതങ്ങളിൽ 75% ഇവിടെയായതിനാൽ ഭൂചലനങ്ങളിൽ 90% ഈ പ്രദേശത്ത് നിന്നാകും ഉണ്ടാവുക. തെക്കൻ ചിലിയിൽ തുടങ്ങി അലാസ്കൻ ദ്വീപുകൾ വഴി US-ന്റെ വെസ്റ്റ് കോസ്റ്റ് വരെ പരന്നു കിടക്കുന്ന ബെൽറ്റാണ് പസഫിക് റിംഗ് ഓഫ് ഫയർ. ജപ്പാൻ, ഫിലിപ്പീൻസ് എന്നീ രാജ്യങ്ങളും ഈ ബെൽറ്റിൽ ഉൾപ്പെടും. ടെക്ടോണിക് പ്ലേറ്റുകളിൽ കാലങ്ങൾ കൊണ്ടുണ്ടായ സ്ഥാനചലനങ്ങളാണ് റിംഗ് ഓഫ് ഫയർ രൂപപ്പെടാനുണ്ടായ കാരണം. ഇത്രയും രാജ്യങ്ങളിൽ ആശങ്ക പടർത്തിയ ഭൂകമ്പത്തിൽ റഷ്യയിൽ വ്യാപകമായ നാശനഷ്ടം ഉണ്ടായതായാണ് റിപ്പോർട്ട്. കംചട്കയിൽ ചിലയിടത്ത് 15 മീറ്റർ വരെ തിരമാല ഉയർന്നു. US-ന്റെ വെസ്റ്റ് കോസ്റ്റ്, കൊളംബിയ, ഇക്വഡോർ എന്നീ രാജ്യങ്ങളിലും സമാന സാഹചര്യം ഉണ്ടായി. കംചട്കയിലുണ്ടായ ഭൂകമ്പത്തിനു പിന്നാലെ റഷ്യ സുനാമി മുന്നറിയിപ്പും നൽകിയിരുന്നു. പ്രതീക്ഷിച്ച പോലെ ഭീകരമായി സുനാമി തിരകൾ ആഞ്ഞടിച്ചു. വടക്കൻ ജപ്പാനിലെ ഹൊക്കൈഡോ മേഖലയിലും സുനാമി തിരകൾ എത്തിയതോടെ ഫുകുഷിമ ആണവ നിലയത്തിലെ ജീവനക്കാരെ ഒഴിപ്പിച്ചു. 2011 സുനാമിയിൽ അപ്പാടെ തകർന്ന ആണവ കേന്ദ്രമാണിത്. കാര്യമായ നാശനഷ്ടം രേഖപ്പെടുത്തിയില്ലെങ്കിലും സുരക്ഷ മുൻനിർത്തി 20 ലക്ഷം ആളുകളെ ജപ്പാനിൽ മാറ്റിപ്പാർപ്പിച്ചിരുന്നു. ജപ്പാനെ കൂടാതെ റഷ്യൻ സുനാമിയിൽ മുന്നറിയിപ്പ് നൽകിയ മറ്റൊരു തീരമായിരുന്നു US-ന്റെ വെസ്റ്റ് കോസ്റ്റ്. ഇവിടെ തീരപ്രദേശങ്ങളിലെല്ലാം ഒഴിപ്പിക്കൽ നടപടികളും സുരക്ഷാ ക്രമീകരണങ്ങളും ഉണ്ടായി. ഇവിടെയൊക്കെ നിലവിൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പിൻവലിച്ചെങ്കിലും സൗത്ത് അമേരിക്കൻ രാജ്യങ്ങളിൽ ഇപ്പോഴും അലർട്ടുകൾ നിലവിലുണ്ട്. ഇതിൽ ചിലി ഏറ്റവും ഉയർന്ന ജാഗ്രതാ നിർദ്ദേശമാണ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. തീരമേഖലയിലെ ആളുകളെ മുഴുവൻ ഒഴിപ്പിച്ചു. കൊളംബിയയിലും ഇക്വഡോറിലും സമാന സാഹചര്യമാണ്. തീവ്ര ഭൂചലനത്തിന് പിന്നാലെ ഹ്യൂചെവ്സ്കോയ് അഗ്നിപർവ്വതത്തിൽ പൊട്ടിത്തെറി തുടങ്ങിയെന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നു. അഗ്നിപർവ്വതം സമുദ്രനിരപ്പിൽ നിന്ന് 3 കിലോമീറ്റർ ഉയരത്തിൽ വരെ ചാരം പുറപ്പെടുവിച്ചുവെന്നാണ് വിവരം. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 4850 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഹ്യൂചെവ്സ്കോയ് ലോകത്തിലെ ഏറ്റവും സജീവമായ അഗ്നിപർവ്വതങ്ങളിൽ ഒന്നാണ്. അന്താരാഷ്ട്ര വിമാനപാതകൾ തൊട്ടടുത്തുള്ള സ്ഥലങ്ങൾ ഒഴിവാക്കുന്നുണ്ടെങ്കിലും സമീപത്തുള്ള വിമാനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപകടം പതിയിരിക്കുന്ന റിംഗ് ഓഫ് ഫയർ. സദാസമയവും ടെക്ടോണിക് പ്ലേറ്റുകൾ ചലിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയാണ് ഭൂചലനം ഉണ്ടാകുന്നത്.
അതുകൊണ്ട് തന്നെ ഈ മേഖലയിലെ ഏത് രാജ്യത്ത് ഭൂകമ്പം ഉണ്ടായാലും മറ്റ് രാജ്യങ്ങളിലും അതിന്റെ പ്രത്യാഘാതങ്ങൾ പ്രതീക്ഷിക്കാം.